പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിങ്കളാഴ്ചയാണ്, ഒരു മാസം കടന്നുപോയി, പുതിയൊരു മാസം ആരംഭിച്ചു. ഇന്ന് ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ്. പുതിയൊരാഴ്ച ആരംഭിക്കുമ്പോൾ നമ്മുടെ ഓരോ ചുവടുകളും തമ്പുരാനോട് ചേർത്ത് വയ്ക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കണം. വളരെ മനോഹരമായ ആഴ്ച ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തോട് ചേർന്നിരിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം പഠിക്കുന്ന വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25:1. The book of the prophet Isaiah, chapter 25, verse 1. അതിങ്ങനെയാണ് പറയുന്നത്: കർത്താവേ, അങ്ങാണ് എൻ്റെ ദൈവം. കർത്താവേ, അങ്ങാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞാൻ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. പണ്ട് തന്നെ നിരൂപിച്ചതും വിശ്വസ്തവും സത്യസന്ധവുമായ കാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. എത്ര സുന്ദരമായ, അതായത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുന്നതെല്ലാം നാം ഇന്നലെയൊന്നും കർത്താവ് പ്ലാൻ ചെയ്തൊന്നുമല്ല. നാം ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ കർത്താവിനറിയാം, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കർത്താവിനറിയാം. ഇത് എൻ്റെ മകനാണ്, ഇതെൻ്റെ മകളാണ് എന്ന് ചിന്തിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യും. വിശ്വാസം നമുക്കുണ്ടാവണം. വിശ്വസ്തയോടെ നമ്മൾ കർത്താവിൻ്റെ വഴികളിൽ ചരിക്കുക. കർത്താവെ, അങ്ങാണ് എൻ്റെ ദൈവം എന്ന് ഏറ്റുപറഞ്ഞ്, കർത്താവെ, അങ്ങാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. പണ്ട് തന്നെ നിരൂപിച്ചതും വിശ്വസ്തവും സത്യസന്ധവുമായ കാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. ഓ ലോർഡ്, യു ആർ മൈ ഗാഡ്. ഐ വിൽ എക്സോൾട്ട് യു. ഐ വിൽ പ്രൈസ് യുവർ നെയിം, ഫോർ യു ഹാവ് ഡൺ വണ്ടർഫുൾ തിങ്സ്. പ്ലാൻസ് ഫോംഡ് ഓഫ് ഓൾഡ്, ഫെയ്ത്ത്ഫുൾ ആൻഡ് ഷ്യൂർ. ദൈവം നമ്മുടെ ജീവിതത്തിൽ വണ്ടർഫുൾ ആയിട്ടുള്ള വളരെ മനോഹരമായ കാര്യങ്ങൾ ചെയ്യും. അത് ഇപ്പോഴൊന്നും പ്ലാൻ ചെയ്തൊന്നുമല്ല, നാം ജനിക്കുന്നതിന് മുമ്പേ. അതുകൊണ്ട് കർത്താവെ, അങ്ങാണ് എൻ്റെ ദൈവം എന്ന് ഏറ്റു പറയണം. കർത്താവിനെ സ്തുതിക്കണം, കർത്താവിൻ്റെ നാമത്തെ പുകഴ്ത്തണം. നമുക്ക് അങ്ങനെ ചെയ്താലോ? ഇന്നത്തെ ദിവസം ഈ വചനം ഏറ്റു: കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയുടെ നാമത്തെ പുകഴ്ത്തുന്നു, അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവം. നമുക്ക് ഏറ്റു പറയാം. ആമേൻ.